ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കടലമണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ കണ്ണൂർക്കാർ സേമിയ മണ്ട, അരിമണ്ട, തരിമണ്ടയൊക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രുചിയിൽ ഒരു അടിപൊളി കടലമണ്ടയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ് കഴിക്കാൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കിലോ കടലയാണ്. അതായത് പീനട്ട് തൊലി കളഞ്ഞ കടല വേണം വാങ്ങിക്കാൻ. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഒരു 80 എണ്ണമൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഫൈനായിട്ട് പൊടിക്കരുത്, ഇതുപോലെ ചെറിയൊരു തരിയോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാം. ഇനി ഇതിലേക്ക് ഒരു 300 ഗ്രാം അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. ആ ഒരു നെയ്യോട് കൂടി തന്നെ ചേർക്കാം. അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറക്കോ ചെയ്യാം. ഇനി ഇതിലേക്ക് 3 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കടല മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിനു വേണ്ട മാവ് തയ്യാറാക്കണം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നനഞ്ഞ തുണി വെച്ച് നമുക്ക് 15 മിനിറ്റോളം കവർ ചെയ്ത് വെക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ സമൂസ ഷീറ്റൊക്കെ പരത്തുന്ന പോലെ വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഈ ഒരു രീതിയിൽ വേണം പരത്താൻ, അത്രയും തിന്നായിരിക്കണം. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഷീറ്റ് വെച്ച് നമുക്ക് 4 എണ്ണം തയ്യാറാക്കാൻ പറ്റും. ആദ്യം സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ, എങ്കിലേ നമുക്ക് എല്ലാം കറക്റ്റ് സൈസിൽ കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കോണായിട്ട് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് സമൂസ പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് നനച്ചു കൊടുക്കാം. എന്നിട്ട് കോണായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ സമൂസയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയത് ഞാനല്ല, വേറൊരു എത്തിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഫോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതന്നേ ഉള്ളൂ. നമുക്ക് ഇതിലേക്ക് കടല മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരല്പം വെള്ളം നനച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ എണ്ണ ഉള്ളിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഏകദേശം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മണ്ടയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്